Hello friends, welcome to Leon's Club. I am Licho. ബജ്ജികളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട മുളക് ബജ്ജിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ ആദ്യം തന്നെ മുളക് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 വലിയ മുളകില്ലേ കഴുകി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മുളകിലെ ഉള്ളിലുള്ള കുരുക്കളുണ്ടല്ല അതൊന്ന് കളഞ്ഞെടുക്കണം. ഈ മുളകിന്റെ കുരു കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കത്തി എടുത്തിട്ട് ഈ മുളകിന്റെ ഒരു സൈഡ് മാത്രം നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡിലും കട്ടായിട്ട് രണ്ടായിട്ട് കീറി പോരരുത്, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് മുളകിനൊക്കെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലുള്ള കുരുക്കളൊക്കെ എടുത്ത് കളയാം. അങ്ങനെ നമുക്ക് ഓരോന്നോരോന്ന് അങ്ങനെ ചെയ്തെടുക്കാം. ഇത് കണ്ട, എൻ്റെ ഭാഗ്യത്തിന് ഈ മുളകിലൊന്നും കാര്യമായിട്ടേ കുരുക്കളില്ല കേട്ടോ. അപ്പോൾ ഉള്ള കുരുക്കൾ ഞാൻ ഓരോന്നോരോന്ന് അങ്ങോട്ട് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനേ ഈ കുരു കളഞ്ഞ മുളകൊക്കെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മുളകിൻ്റെ ഉള്ളിലെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല അങ്ങോട്ട് റെഡിയാക്കാൻ പോവാട്ടോ. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു സവാള ഉണ്ടല്ല പൊടിയായിട്ട് അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാലേ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ടാ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് 1 നുള്ളു കായംപൊടി, 1 ടീസ്പൂൺ പൊടിച്ച ശർക്കരയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 ടേബിൾ ടീസ്പൂൺ നല്ല കട്ടിയുള്ള പുളിവെള്ളം ഉണ്ടല്ല അതങ്ങോട്ട് ഒഴിച്ചാൽ കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ കണ്ട, നമ്മുടെ മുളകിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള മസാല ഉണ്ടല്ല അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊരു 5 മിനിറ്റ് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കുക. നമുക്ക് എന്നിട്ട് ഈ സമയം കൊണ്ടേ മുളക് മുക്കിയെടുക്കാനുള്ള മാവ് ഉണ്ടല്ല അതങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുക്കുക. അതിനായിട്ട് ഒരു ബൗളിൽ ഞാൻ 1 കപ്പ് കടലമാവ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കുറച്ചേ അരിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനത് 1/4 കപ്പിൽ 3/4 ഭാഗം ഇട്ട് കൊടുക്കണുള്ളൂ. അതിലേക്ക് എന്നിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് 1 നുള്ളു കായം പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഉണ്ടല്ല അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചീശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് എടുക്കുക. കട്ടൊന്നും ഇല്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് എന്നിട്ട് 1 നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് എടുക്കുക. നമ്മുടെ ഈ മാവുണ്ടല്ല വല്ലാതെ തിക്കാവരുത്, വല്ലാതെ ലൂസും ആവരുത്. ഇത് കണ്ട, ഈ രീതിയിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ട, നമ്മുടെ മാവ് അങ്ങോട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കേ നേരത്തെ അങ്ങോട്ട് റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ല ആ കുരു കളഞ്ഞ മുളക് ഉണ്ടല്ല അതിലങ്ങോട്ട് നിറച്ചങ്ങോട്ട് കൊടുക്കുക. മുളകിലേ മസാല നിറയ്ക്കുമ്പോഴേ വല്ലാണ്ട് അങ്ങോട്ട് കുത്തി നിറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 ടീസ്പൂൺ അങ്ങോട്ട് നിറച്ചാൽ മതി. ഈ മസാല ഉണ്ടല്ല പുളി ശർക്കര ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഓരോന്നിലും അങ്ങോട്ട് മസാല വെച്ച് നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ മുളക് ബജ്ജി ഉണ്ടല്ല അങ്ങോട്ട് വറുത്തെടുക്കുക. അതിനായിട്ട് ഞാനൊരു ചട്ടിയിൽ കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ ഉണ്ടല്ല അതങ്ങോട്ട് ചൂടായി അങ്ങോട്ട് വരട്ടെ. ഈ സമയം കൂടെ നമുക്ക് മുളക് ഉണ്ടല്ല മാവിൽ അങ്ങോട്ട് മുക്കിയെടുക്കുക. ഇത് വലിയ മുളക് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 1 ടീസ്പൂൺ വെച്ചിട്ട് മുളകിന്റെ മുകളിലേക്ക് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കട്ടാ. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് അങ്ങോട്ട് ഈ മുളക് അങ്ങോട്ട് അങ്ങോട്ട് വറുത്തെടുക്കുക. ഇതൊന്നും നമുക്ക് മറച്ചങ്ങോട്ട് ഇടാം. ഇതില്ലേ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വറുത്തങ്ങോട്ട് കിട്ടും. ഇപ്പൊ കണ്ടില്ലേ, ഇത് 2 സൈഡ് അങ്ങോട്ട് മൂത്തങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കില്ലേ ഇത് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരി അങ്ങോട്ട് എടുക്കുക. ബാക്കിയുള്ളത് ഇതുപോലെ അങ്ങോട്ട് വറുത്തങ്ങോട്ട് നമുക്ക് എടുക്കുക. ഇപ്പൊ നമ്മുടെ മുളക് ബജ്ജി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് ബജ്ജി അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്നിയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കാം. നമുക്ക് ചട്നി അങ്ങോട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ എണ്ണ അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാലേ 1/2 ടീസ്പൂൺ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുക് അങ്ങോട്ട് പൊട്ടി കഴിഞ്ഞാലേ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ ജീരകം ചേർത്തിട്ട് ഇതെല്ലാം കൂടി അങ്ങോട്ട് മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഈ ചട്നി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ 1 ടേബിൾ ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഇഞ്ചി ഉണ്ടല്ല ചതക്കണമെന്നില്ല കേട്ടാ, കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമ്മളെ
കട്ട് ചെയ്ത് വെച്ച ഒരു കപ്പ് മല്ലിയില ഉണ്ടല്ല, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മൊരിച്ച് അങ്ങോട്ട് എടുക്കുക. ഇതിപ്പോ നന്നായിട്ട് അങ്ങോട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പാത്രത്തിലേക്ക് അങ്ങോട്ട് കോരി എടുക്കുക. ഒന്ന് ചൂടാറിയിട്ടേ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ചേർത്തിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. നമ്മൾ ഈ ദോശക്കൊക്കെ അരക്കില്ലേ, അതുപോലെ വല്ലാതെ ലൂസായിട്ട് ആവണ്ടട്ടാ. ഇത് കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്താൽ മതിട്ടാ. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ ചട്നി അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ ആ ചൂടുള്ള മുളക് ബജി ഉണ്ടല്ല, അതങ്ങോട്ട് ഈ ചട്നിയിൽ മുക്കി അങ്ങോട്ട് തിന്നാലാ അടിപൊളിയാട്ടാ. ചൂടോടെ തിന്നാനേ വല്ലാത്തൊരു രസാണ്. അപ്പോ എല്ലാവരും ഇതുപോലെ ബജിയും ചട്നിയും അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഉണ്ടല്ല, അഭിപ്രായം ഉണ്ടല്ല കമന്റ് ബോക്സിൽ ഉണ്ടല്ല കമന്റ് അങ്ങോട്ട് ചെയ്യുക. അപ്പോ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും അങ്ങോട്ട് അപ്പോ സുഖമായിട്ട് അങ്ങോട്ട് ഇരിക്കുക.